കോഴിക്കോട് കോവൂരിൽ ഓടയിൽ വീണ് ഒഴുക്കിൽപ്പെട്ട ആളുടെ മൃതദേഹം കണ്ടെത്തി. കോവൂർ സ്വദേശി ശശിയാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഇയാളെ ഓടയിൽ വീണ് കാണാതായത്. വിവരങ്ങളുമായി അഭിന പി ചിറക്കൽ. അഭിന, വളരെ ദാരുണമായ സംഭവം. 10 മണിക്കൂർ നീണ്ട തെരച്ചിലിനൊടുവിലാണ് ശശിയുടെ മൃതദേഹം കണ്ടെത്തിയത്. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായും അതിര അല്പസമയം മുൻപാണ് ഈ ശശിയുടെ മൃതദേഹം നാട്ടുകാർ കണ്ടെത്തിയിരിക്കുന്നത്. ഈ ശശിയുടെ മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി കൊണ്ടുപോയിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. അതേസമയം ഇപ്പോൾ നമുക്കൊപ്പം മുൻ പഞ്ചായത്ത് മെമ്പറും അതുപോലെ തന്നെ ഇവിടുത്തെ നാട്ടുകാരും നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അവർ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനു മുൻപും സമാനമായ രീതിയിൽ ഇവിടെ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. ഇപ്പോൾ മുൻ പഞ്ചായത്ത് മെമ്പർ, അദ്ദേഹത്തിനോട് തന്നെ ചോദിക്കാം. സർ, ഇവിടെ ഇതിനു മുൻപ് ഉണ്ടായിട്ടുണ്ട് 95-96 മുതൽക്ക് 96-ന് ശേഷമാണ് ഡ്രെയിനേജ് ഉണ്ടായത്. ഈ ഡ്രെയിനേജ് ഉണ്ടായത് മുതൽക്ക് ഇടക്കിടക്ക് കൊല്ലം 4-5 ആളുകൾ ഇതിൽ വീണുകൊണ്ടിരിക്കുന്നുണ്ട്. ബൈക്ക് വരെ ഇപ്പോഴും കാണുന്ന ഒരു ബൈക്ക് അവിടെ തോട്ടിൽ വീണിട്ട്. പക്ഷെ അവരൊക്കെ ഞങ്ങൾ അതാത് സമയത്ത് രക്ഷപ്പെടുത്തി പോടുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ വീണ് കഴിഞ്ഞാൽ അങ്ങനെ ആരും മരിക്കുന്ന സ്വഭാവം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇന്ന് ആദ്യമായിട്ടാണ് ഒരാൾ ഡ്രെയിനേജിൽ വീണ് മരിച്ചത്. ഇത്രയും ശക്തിയിലുള്ള വെള്ളം വന്നത് ഒറ്റ മഴയ്ക്ക് വന്നത്. എല്ലാ മഴയ്ക്കും വെള്ളം വരുന്ന സ്ഥലമാണിത്. കാരണം വെള്ളം പൊന്തിക്കഴിഞ്ഞാൽ പെട്ടെന്ന് മഴ പെയ്തു കഴിഞ്ഞാൽ, കാരണം എന്താണെന്ന് വെച്ചാൽ 4 മലയിൽ നിന്ന് കൂടിച്ചേരുന്ന വെള്ളം ഒന്നായിട്ട് വരുന്നത്. വെള്ളം മാത്രമല്ല, മലയിലെ കുത്തൊഴുക്കിൽ മണ്ണും ചളിയും എല്ലാം കൂടിയിട്ട് ഡ്രെയിനേജിലേക്കാണ് വരുന്നത്. ഡ്രെയിനേജ് കൊല്ലം ഞങ്ങൾ JCB ടിപ്പറും വെച്ചിട്ട് ക്ലീൻ ചെയ്യുന്ന, ഞങ്ങൾ പൊതുജനങ്ങളും കോർപ്പറേഷൻ ഹെൽത്ത് ഓഫീസറും എല്ലാം സഹകരിച്ചുകൊണ്ട് ക്ലീൻ ചെയ്യുന്ന. അത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാലും പിറ്റത്തെ കൊല്ലത്തേക്ക് ഈ മണ്ണും ചളിയും കൂടും. ചളിയും കൂടിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ മാതിരി ഇവിടെ ഏകദേശം ഒരു 500 മീറ്റർ അപ്പുറം വരെ ഡ്രെയിനേജ് ഭയങ്കര ഒഴുക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ മെഡിക്കൽ കോളേജ് കോവൂർ MLA റോഡും ഈ സ്ഥലം കൂടി നോക്കി ഏകദേശം 1 കിലോമീറ്റർ ഹൈറ്റിന് വ്യത്യാസമുണ്ട്. കാരണം എന്താ വെച്ചാൽ ഞാൻ റോഡ് പണി എടുപ്പിച്ച ആളാണ്. ഇതിൻ്റെ തുടക്കത്തിൽ, ഇതിൻ്റെ 92-ലാണ് റോഡ് ഉണ്ടാക്കി CP കുഞ്ഞിൻ്റെ കാലത്ത്. അന്ന് ഈ പറഞ്ഞ മാതിരി ഇത് വാട്ടർ ലെവൽ വെച്ച് നോക്കിയപ്പോൾ ഏകദേശം 1 കിലോമീറ്ററോളം ഹൈറ്റ് വ്യത്യാസമുണ്ട്. ഏകദേശം 1 മീറ്ററിന് 5 സെൻറ്റിമീറ്റർ വെച്ചിട്ടാണ് ഇതിങ്ങനെ സ്ലോപ്പ് അടിച്ച് പോയത് അവിടുന്ന് അങ്ങോട്ട് റോഡ്. അപ്പോൾ അങ്ങനെ സ്ലോപ്പ് അടിച്ചിട്ട് അപ്പം അത്ര വ്യത്യാസം, അത്ര ഒഴുക്ക്, ശക്തിയിലുള്ള ഒഴുക്ക് വരുന്ന സ്ഥലമാണ്. ശക്തിയിലുള്ള എന്ന് പറഞ്ഞാൽ ഏകദേശം 15 മീറ്ററിന് ഒരു 20-25 സെൻറ്റിമീറ്ററോളം ഹൈറ്റ് വ്യത്യാസം വരുന്നുണ്ട്. ഈ ഹൈറ്റ് വ്യത്യാസത്തിനനുസരിച്ച് അത് അവിടുന്ന് ഇങ്ങോട്ട് എവറേജ് കറക്റ്റാക്കി എടുത്തുകൊണ്ടാണ് റോഡ് പോയത്. അപ്പോൾ അത് 95-96-ലാണ് ഡ്രെയിനേജ് ഉണ്ടാക്കി. 92-ൽ റോഡ് ഉണ്ടാക്കിയെന്ന്. പിന്നെ ഡ്രെയിനേജ് ഇല്ലായിരുന്നു, മറുപടി ജനങ്ങൾ കൂടിയപ്പോഴാണ് ഡ്രെയിനേജ് ഉണ്ടാക്കിയത്. ഡ്രെയിനേജ് ഉണ്ടാക്കിയതിന് ശേഷം കൊല്ലം 2-3 ആളുകൾ എങ്ങനെയായാലും എവിടെയെങ്കിലും ഇവിടെ ഡ്രെയിനേജിൽ വീഴുന്നുണ്ടോ. ഒന്നുകിൽ അധികം വണ്ടിയിൽ നിന്നാണ് വീഴൽ. നടന്നു പോകുമ്പോൾ വീഴുന്നത് ആദ്യമായിട്ടാണ്. വണ്ടിയിൽ പോകുന്നത് വണ്ടി അടക്കം വീഴലാണ്. നമ്മളെ വീട്ടിൽ നിന്നൊക്കെ വന്നിട്ട് രക്ഷപ്പെടുത്തില്ല. രാത്രി 2 മണിക്കും 3 മണിക്കൊക്കെ എൻ്റെ വീട്ടിലേക്ക് ആൾ വന്നിട്ട് ചോര ഒലിപ്പിച്ചിട്ട്. കാരണം വണ്ടി ഒന്ന് കയറ്റി തരണമെന്നുണ്ട്. വണ്ടി കയറ്റിയാൽ ഇയാൾക്ക് എങ്ങനെയെങ്കിലും വീട്ടിലെത്തണമെന്ന് മാത്രമേ ആഗ്രഹം ഉണ്ടാവുള്ളൂ. കോളേജിൽ പോകണമെന്ന് ആഗ്രഹം ഉണ്ടാവില്ല. പിന്നെ കൃത്യമായ രീതിയിൽ ഒന്നൊക്കെ കൈവരി ഉണ്ടാക്കാം. ഇതിപ്പോൾ എന്തായാലും ഇപ്പോൾ റോഡിന് പുതുതായിട്ട് കല്ലിട്ടിട്ടുണ്ട് പുതിയ റോഡിന്. ഇനിയിപ്പോൾ ഏതായാലും നോക്കിയിട്ട് കൈവരി ഉണ്ടാക്കേണ്ടിയായിരുന്നു റോഡിന്. കൈവരി ഇല്ലാത്ത കുഴപ്പമാണ്. ഉണ്ടായിട്ടും കാര്യമില്ല. അതിനിടയ്ക്ക് സേഫ്റ്റി കല്ലുകൊണ്ട് കെട്ടിയിരുന്ന് ആ കെട്ട് പൊളിച്ചിട്ട് വണ്ടി തൊട്ട് പോയിട്ടുണ്ട്. എന്തായാലും കൈവരി ഉണ്ടായ കുറേ രക്ഷപ്പെടും, ആള് വീഴില്ല. ഇതിപ്പം കൈവരി ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ അപകടം ഉണ്ടാവില്ലായിരുന്നു. പക്ഷേ എന്തായാലും ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ അപ്പം ഡ്രെയിനേജ് നിറയും, തോടും നിറയും, സ്പീഡും കൂടും വെള്ളത്തിൻ്റെ. മുൻ പഞ്ചായത്ത് മെമ്പറിന് ഇക്കാര്യത്തിൽ പറയാനുള്ളത് ഒന്നുമില്ല. എന്താ പറഞ്ഞാൽ ഡ്രെയിനേജ് നിർമ്മിക്കാൻ തന്നെ ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചിട്ടുണ്ട്. ഒരുപാട് പ്രക്ഷോഭത്തിലൊക്കെ ഭാഗമായിട്ടാണ് ഡ്രെയിനേജ് ഉണ്ടായത്. ഡ്രെയിനേജ് അന്നേ നമ്മൾ ആവശ്യപ്പെടുന്നതാണ്. ഡ്രെയിനേജ് അപകടകരമായ രീതിയിൽ ഹൈറ്റൊക്കെ ജാസ്തിയാണ്, നല്ല ഒഴുക്കും ഉണ്ടാവും. അവിടെ ഒരു കവറിംഗ് സ്ലാബ് ഇടണം, കൈവരി വെക്കണം എന്നൊക്കെ. ഇത് മുറവിളി കൂട്ടുക എന്നല്ലാതെ അധികൃതരുടെ ഭാഗത്തേക്ക് ഒരു പൂർണ്ണമായ ശ്രദ്ധ നടത്തിയിട്ടില്ല. പിന്നെ നമുക്കൊരു സ്വഭാവമുണ്ടല്ലോ, എന്തെങ്കിലും വലിയൊരു അപകടങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇതേമാതിരി ചാനലുകാർ റിപ്പോർട്ട് ചെയ്യും, പത്രക്കാർ റിപ്പോർട്ട് ചെയ്യും. ആ റിപ്പോർട്ടൊക്കെ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥന്മാർ വന്നിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത്. അതിൻ്റെ ഒരു അനുഭവം ഓളവണ്ണ പഞ്ചായത്ത്, ഇപ്പോൾ നാട്ടിൽ കടന്നു പോകുന്ന ഓളവണ്ണ പഞ്ചായത്തിൻ്റെ റോഡാണ് പുഴമ്പുറം റോഡ്. 2 ആളുകൾ ഇതേമാതിരി ഡ്രെയിനേജിൽ വീണ് മരിച്ചിട്ടുണ്ട്. 2 ആൾ മരിച്ചതിന് ശേഷം നിരന്തരമായ പ്രക്ഷോഭവും പത്രവാർത്തകളൊക്കെ അടിസ്ഥാനത്തിൽ അവിടെ പഞ്ചായത്ത് കൈവരി ഇട്ട് ഇപ്പോൾ
അതുകൊണ്ട് വലിയൊരു അപകടങ്ങൾ ഒഴിവായി. ഈ ഓവിൻ്റെ ഒക്കെ സ്ഥിതി എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ വെള്ളം പോകും, പ്രത്യേകിച്ച് ആദ്യമായിട്ട് മഴ ചെയ്തപ്പോൾ ഒരുപാട് തടസ്സങ്ങളുണ്ടാകും. ആ തടസ്സത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ വമ്പിച്ച തോതിൽ ഇന്നലെ വെള്ളപ്പൊക്കം ഉണ്ടായിട്ടുണ്ട്. ഈ വെള്ളം കൊണ്ട് കയറി വന്നിട്ടുണ്ട്. കൂടുതൽ സമയം നിന്നിട്ടില്ല എന്ന് മാത്രം. അതിൻ്റെ അകത്താണ് അയാൾ കുടുങ്ങിപ്പോയത്. അയാൾ ഇതിൻ്റെ ഒരു നിമിത്തമായി മാറി, ചുരുക്കി പറഞ്ഞാൽ. ഒരു പക്ഷേ അതുകൊണ്ട് ഇവിടെയൊക്കെ എല്ലാവർക്കും രക്ഷപ്പെടാൻ സാധ്യത ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുക, ഒരു അപകടം പറ്റിയതുകൊണ്ട്. ഏതായാലും ഉണർന്ന് ചിന്തിക്കും. നിങ്ങൾ ഉത്തരവാദപ്പെട്ട ആളുകളും പിന്നെ ഇതിൻ്റെ വാർത്താ മാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളും ഒക്കെ തന്നെ ഇവിടെ ജനങ്ങളെ രക്ഷിക്കാനുണ്ടാവുന്ന രീതിയിലുള്ള ഒരു ഇടപെടൽ നമ്മളെല്ലാവരുടെയും ഭാഗത്തുനിന്ന് ഈ കാര്യത്തിലുണ്ടാവണം എന്നാണ് പറയുന്നത്. ഇവിടെ പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്നും കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഈ ഭാഗത്ത് ഒളവണ്ണ ഗ്രാമപഞ്ചായത്തും ഈ ഭാഗത്ത് കോഴിക്കോട് കോർപ്പറേഷനുമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു അധികാര തർക്കങ്ങൾ നിലനിൽക്കാറുണ്ട്. ഈ റോഡ് വീതി കൂടുന്ന കാലഘട്ടത്തിൽ ഈ തർക്കം വളരെ സജീവമായിരുന്നു. പിന്നെ അതൊക്കെ കൂടി ചെറിയ തോതിലുണ്ടാവുന്ന ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥന്മാർ ഇടപെട്ടൊക്കെ ചെറിയൊരു മയപ്പെടുത്തി മുമ്പോട്ട് പോയതാണ്. ഏതായിരുന്നാലും രണ്ട് ഭാഗം കോർപ്പറേഷനും പഞ്ചായത്തും ഈ റോഡിൽ ഇപ്പം ഉണ്ടായ അപകടം മുൻനിർത്തി ഇനി മേലോട്ടൊരു അപകടം ഇല്ലാതിരിക്കാനുണ്ടാവുന്ന രീതിയിലുള്ള ഇടപെടൽ വളരെ അടിയന്തരമായിട്ടുണ്ടാകണം എന്ന് തന്നെയാണ് അഭിപ്രായം. അത് തന്നെയാണ് മുൻ പഞ്ചായത്ത് പറയുന്നത്. ഒരു അധികാര തർക്കം ഇവിടെ അവസാനിപ്പിച്ച് നാട്ടുകാരുടെ സുരക്ഷയ്ക്ക് മുൻതൂക്കം നൽകണം എന്നുള്ളത് തന്നെ. ഒരു കൈവരി, കൃത്യമായ ഒരു കൈവരി പോലും ഇവിടെ ഇല്ല. ഈ ചെറിയ കുട്ടികളൊക്കെ ഇതുവഴി നടന്നു പോകുമ്പോൾ പോലും അതിസുരക്ഷയോടുകൂടി അല്ലെങ്കിൽ അത്രയും ശ്രദ്ധയോട് കൂടെ മാത്രം നടന്നാൽ മാത്രമേ ഇവിടെ നിന്നും പോകാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് ഈ റോഡ് തന്നെ കണ്ടാൽ അറിയാം, അത്രയും ചെറിയ ഒരു റോഡാണ് ഇവിടെ. ആ റോഡ് ഒരു സൈഡ് രണ്ട് വാഹനം വലത് സൈഡിലൂടെയും ഇടത് സൈഡിലൂടെയും വന്നു കഴിഞ്ഞാൽ പോലും ഒരു വശത്തേക്ക് ചേർന്ന് നടക്കാൻ പോലും കഴിയാത്ത സ്ഥിതിയാണ്. ഒരു വശത്തേക്ക് എന്നാൽ ഈ ഓടയിലേക്ക് വീഴുന്ന ഒരു സ്ഥിതിയാണുള്ളത്. അതുകൊണ്ട് തന്നെ കൃത്യമായ രീതിയിൽ ഇവിടെ ഒരു കൈവരി സ്ഥാപിച്ചാൽ മാത്രമേ ഒരു കാൽനട യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു സുരക്ഷ മുൻനിർത്തി കൊണ്ട് ഇവിടെ പോവാൻ മുൻ പഞ്ചായത്ത് മെമ്പറും അതുപോലെ തന്നെ നാട്ടുകാരടക്കം പറയുന്ന ഒരു കാര്യം. മുൻകാലങ്ങളിലും, അതായത് ഇതിനു മുൻപും സമാനമായ ഒരു സ്ഥിതി ഇവിടെ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് നാട്ടുകാർ പറയുന്നത്. ഇതിനു മുൻപ് 2 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 2 പേർ മരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു പഞ്ചായത്തും അതുപോലെ തന്നെ കോർപ്പറേഷന്റെ കീഴിലാണ് ഇത് വരുന്നത് എന്ന് തന്നെയാണ് പഞ്ചായത്ത് മെമ്പർ അടക്കം, മുൻ പഞ്ചായത്ത് മെമ്പർ അടക്കം പറയുന്ന ഒരു കാര്യം. അതുകൊണ്ട് തന്നെ ഒരു അധികാര തർക്കം ഇവിടെ നിർത്തിക്കൊണ്ട് ജനങ്ങളുടെ സുരക്ഷയ്ക്ക് കാവലാളായിട്ട് ഇതിനു വേണ്ട നടപടികൾ സ്വീകരിക്കണം എന്ന് തന്നെയാണ് ഇവരുടെ എല്ലാവരുടെയും ഒരു പ്രധാനപ്പെട്ട ഒരു ആവശ്യം എന്ന് പറയുന്നത്. ആതിര. ശരി, കോഴിക്കോട് കോവൂരിൽ ഓടയിൽ വീണ് കാണാതായ ശശിയുടെ മൃതദേഹം കണ്ടെത്തി. 10 മണിക്കൂർ നീണ്ട തെരച്ചിലിനൊടുവിലാണ് പാലാഴി റോഡിന് സമീപത്തെ ഓടയിലാണ് ശശിയുടെ മൃതദേഹം കണ്ടെത്തിയത്. ഇനി പോസ്റ്റ്മോർട്ടം നടപടികളടക്കം പുരോഗമിക്കാനുണ്ട്. ജനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തി ഓടയ്ക്ക് സമീപം കൈവരികൾ നിർമ്മിക്കണമെന്നാണ് നാട്ടുകാരുടെ അടക്കം ആവശ്യം. വിവരങ്ങൾ നൽകുകയായിരുന്നു അഭിന പി ചിറയ്ക്കൽ.